ഇത് സർക്കാർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സർക്കാർ ഇക്കാര്യത്തിൽ ഒരു അന്വേഷണം വയ്ക്കണം. വിജിലൻസോ CBI ആര് വേണോ അന്വേഷിക്കണം. കാരണം ഈ വ്യാജരേഖ ചമച്ചത്, ഈ ലേഖകൻ ചമച്ച ഈ വ്യാജരേഖ ഇത് എവിടുന്ന് കിട്ടിയെന്ന് നമുക്കറിയാം. ഇത് തെറ്റായ വാർത്തയാണ്. ഇത്തരം വാർത്തകൾ പ്രചരിപ്പിക്കുമ്പോൾ എന്താണ് എടുത്ത് കാണിക്കുന്നത്? അദ്ദേഹം കാണിക്കുന്നുണ്ട് എന്താ, 2 പേന, ഒന്ന് റിനോൾഡിൻ്റെ പേനയും ഒന്ന് പാർക്കറിൻ്റെ പേനയും. റിനോൾഡിൻ്റെ പേനയും പാർക്കറിൻ്റെ പേനയും വെച്ചാണ് ഉദാഹരണം. ഈ മാധ്യമപ്രവർത്തകരുടെ കയ്യിൽ പേന കൊടുക്കുന്നതേ അസത്യത്തിനെതിരെയും അഴിമതിക്കെതിരെയും പോരാടാനുള്ള ആയുധമായിട്ടാണ്, അല്ലാതെ ആളെ കളിപ്പിക്കാനുള്ള ആയുധമായിട്ടല്ല. എൻ്റെ പോക്കറ്റിൽ 2 പേനയുണ്ട്, 2 പേനയും മഞ്ഞ കളറാണ്. ഇത് ഡോട്ട് പെന്നാണ്, ഇതിന് വില കുറവാണ്. ഇത് ഫൗണ്ടൻ പെന്നാണ്, ഇതിന് വില കൂടുതലാണ്. ഈ പേനകൾ തമ്മിൽ 10,000-3000 രൂപയുടെ വ്യത്യാസമുണ്ട്. ഈ മഷി ഒഴിക്കുന്ന പേനയ്ക്ക് വില കൂടുതലാണ്. അന്ന് ആ ലേഖകൻ മനസ്സിലാക്കേണ്ടത് ഈ എയർ സബ്സ്ക്രിപ്ഷനുള്ള ബസ്സും ഓർഡിനറി ബസ്സും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. പേന കാണിച്ചതുകൊണ്ട് ഞാൻ പേന കാണിക്കാം. 2 മഞ്ഞ പേനയാണ്, 2-നും വില വ്യത്യാസമുണ്ട്. ഇതുമായിട്ട് 10,000 രൂപയുടെ വ്യത്യാസമുണ്ട്. മഷി ഒഴിക്കുന്ന പേനയ്ക്ക് വില കൂടുതലും ഡോട്ട് പെന്നിനും വില കുറവുമാണ്. അപ്പോൾ റിനോൾഡിൻ്റെ പേനയും പാർക്കറുടെ പേനയും കൂടെ കാണിച്ച് വെച്ച് നാട്ടുകാരെ പറ്റിക്കുന്ന പരിപാടി അത് നല്ലതല്ല എന്ന് ബോധ്യപ്പെടുന്നതിന് വേണ്ടി വളരെ വ്യക്തമായ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. പേന എടുത്ത് കാണിച്ചാണ് ഉദാഹരണം, പാവങ്ങളെ പറ്റിക്കാൻ വേണ്ടി, സാധാരണക്കാരായ പ്രേക്ഷകരെ കബളിപ്പിക്കാൻ വേണ്ടി ഒരു പേന എടുത്ത് ഉദാഹരണം. പേന എടുത്ത് തന്നെ ഞാനും ഉദാഹരണം പറഞ്ഞു. പേന 2 പേനയും തമ്മിലുള്ള വില വ്യത്യാസമാണ്. മഷി ഒഴിക്കുന്ന പേനയ്ക്ക് വില കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഇത്തരം തെറ്റായ പ്രചരണങ്ങൾ നടത്തുന്നവരെ തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. വ്യാജ വാർത്തകൾ കൊടുക്കുക. ഈ രേഖ ഇത് സർക്കാർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സർക്കാർ ഇക്കാര്യത്തിൽ ഒരു അന്വേഷണം വയ്ക്കണം. വിജിലൻസോ CBI ആര് വേണോ അന്വേഷിക്കണം. കാരണം ഈ വ്യാജരേഖ ചമച്ചത്, ഈ ലേഖകൻ ചമച്ച ഈ വ്യാജരേഖ ഇത് എവിടുന്ന് കിട്ടിയെന്ന് നമുക്കറിയാം. ഇത് KSRTC പേപ്പറല്ല, KSRTC കണക്കല്ല. ഇത് ചമച്ചു കൊടുത്ത ഉദ്യോഗസ്ഥനാര് എന്നെങ്കിലും ഈ ലേഖകൻ പുറത്ത് വെളിപ്പെടുത്തണം. കാരണം തന്നെ പറ്റിച്ചതാരാണെന്ന സത്യസന്ധത പ്രകടിപ്പിക്കാനുള്ള ഒരു ധാർമ്മിക മൂല്യം ഈ ലേഖകൻ കാണിക്കണം. അല്ലെങ്കിൽ ആ ഒരു ധാർമ്മികതയല്ല. കാരണം അദ്ദേഹത്തെ കബളിച്ചാണെങ്കിൽ അദ്ദേഹം അത് പറയണം, എന്നെ ഇന്ന ആൾ കബളിപ്പിച്ചതാണ്, ഇന്ന രീതിയിൽ രേഖ ഇന്നയാൾ തന്നു എന്ന് അറിയിക്കണം. മാത്രം